ഹായ് ഗൈസ്, ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാക്സിമം ഡെപ്ത് ഓഫ് ബൈനറി ട്രീ. ഇപ്പോൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഗിവൻ ദ റൂട്ട് ഓഫ് എ ബൈനറി ട്രീ, റിട്ടേൺ ഇറ്റ്സ് മാക്സിമം ഡെപ്ത്. A binary tree's maximum depth is the number of nodes along the longest path from root node down to the farthest leaf node. Okay. സോ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു ബൈനറി ട്രീ ഉണ്ട്, ഇതിന്റെ മാക്സിമം ഡെപ്ത് കണ്ടുപിടിക്കണം. മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് റൂട്ട് നോഡ് തൊട്ട് ഉള്ള ചൈൽഡ് നോഡ് ഉള്ള എല്ലാ ചൈൽഡ് നോഡിലുള്ള ലെങ്ത്തിനെയാണ് ഡെപ്ത് എന്ന് പറയുന്നത്. ആ ഡെപ്തിലെ മാക്സിമം ഡെപ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ 3 to ഈ 9 വരെ ഒരു ഡെപ്ത് നമുക്ക് ഇവിടെ നോക്കാം. അപ്പൊ ഇവിടുത്തെ ഡെപ്ത് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലെ. പിന്നെ നമുക്ക് പിന്നെ ഉള്ളത് അല്ല, ഇതിന്റെ ഡെപ്ത് ഓക്കെ. സോ റൂട്ടിന് നമ്മൾ 1 എന്ന് വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് നോക്കുമ്പോഴത്തേക്ക് ഡെപ്ത് 2 ആണ്. ഓക്കെ, 1 2. പിന്നെ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് 320 15 വരുമ്പോഴത്തേക്ക് 1 2 3 വരുന്നു. പിന്നെ 327 വരുമ്പോഴത്തേക്ക് 1 2 3 വരുന്നു. അപ്പൊ 3 ആണ് ഇതിന്റെ മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് 1 null 2. ഓക്കെ, സോ 1 null 2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമുക്ക് ഇവിടെ ഒരു ട്രീ, നമുക്ക് ഈ 1 null 2ന്റെ ഒരു ട്രീ എന്ന് വരച്ച് നോക്കാം. അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടും. സോ ഓക്കെ, അപ്പൊ നമുക്ക് 1 null 2, അപ്പൊ 1 എന്ന് പറയുന്ന ഒരു പാരന്റ് നോഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് നള്ളാണല്ലേ, ഇവിടെ ഒന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 ഉണ്ട്. അപ്പൊ അതെങ്ങനെ വരുമെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമ്മളൊന്നും വരയ്ക്കുന്നില്ല, ഇവിടെ നമ്മൾ 2 മാത്രം വരയ്ക്കുന്നു. ഓക്കെ, ലെഫ്റ്റ് നോഡ് നള്ളെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡെപ്ത് എന്ത് വരും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇത് 1ഉം ഇത് 2ഉം. 2 ആണ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമുക്കിവിടെ സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ഡെപ്ത് കണ്ടുപിടിക്കുക, റൂട്ട് നോഡിൽ നിന്ന് ചൈൽഡ് നോഡ് വരെയുള്ള മാക്സിമം ഡിസ്റ്റൻസ് റിട്ടേൺ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഐട്രേറ്റീവ്ലി ഇത് സോൾവ് ചെയ്യാൻ പറ്റും, റിക്കർസീവ്ലി സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു ട്രാവേഴ്സൽ എടുക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട DFS ഉണ്ട്. DFSൽ തന്നെ നമുക്ക് കണ്ടതാണ് ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ ഉണ്ട്. ഓക്കെ, ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ ഉണ്ട്. അപ്പോ ആ 3 രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ല, നമുക്ക് BFS വെച്ച് ചെയ്യണമെങ്കിൽ BFS വെച്ച് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ ട്രീന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടൈം കോംപ്ലക്സിറ്റീസ് എല്ലാം സെയിം ആയിരിക്കും, പക്ഷെ ഇത് ട്രാവേഴ്സ് ചെയ്യുന്ന രീതിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് ഐട്രേറ്റീവ്ലി ആദ്യം സോൾവ് ചെയ്യും. ഇതിൻ്റെ അകത്ത് തന്നെ വീണ്ടും ഓരോന്നിനെ ഐട്രേറ്റീവ്ലിയും ചെയ്യാൻ പറ്റും, റിക്കർസീവ്ലിയും ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടലി കുറെ രീതിയിൽ ഒരു ക്വസ്റ്റിനെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐട്രേറ്റീവ്ലി DFS വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഡെപ്ത് ഫസ്റ്റ് സെർച്ച് വെച്ചിട്ട്. ഓക്കെ, അപ്പോ നമുക്കിത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിന്റെ കോഡ് എഴുതാം, എന്നിട്ട് നമുക്ക് അതിന്റെ കൂടെ ഇത് കോഡ് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടെ ഈസിയർ. ഓക്കെ, സോ നമുക്ക് DFSന്റെ ഫംഗ്ഷൻ നമുക്ക് അറിയാം. നമ്മൾ റിക്കർസീവ്ലി DFS എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിളിക്കണം അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു ഫംഗ്ഷൻ എഴുതി എന്നിട്ട് നമുക്ക് ഇവിടെ DFS നമുക്കൊന്ന് വിളിക്കാൻ കോൾ ചെയ്യാം. എന്നിട്ട് DFSന് പാരാമീറ്റേഴ്സ് വേണം. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ളത് മാക്സിമം ഡെപ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ DFSൽ എപ്പോഴും നമുക്ക് റൂട്ട് നോഡ് എന്തായാലും പാസ് ചെയ്യണം. ഫസ്റ്റ് റൂട്ട് നോഡ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടെ നമ്മൾ അതിനെ കറന്റ് നോഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് DFSന്റെ ഓപ്പറേഷൻസ് നോക്കാം. ഇപ്പൊ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിപ്പോ ഏതാണ് നമുക്ക് ഡെപ്തിലോട്ട് പോയാണ് ചെയ്യേണ്ടത്. അപ്പൊ ലെഫ്റ്റിലോട്ടും നോക്കണം, റൈറ്റിലോട്ടും നോക്കണം അല്ലെ. ലെഫ്റ്റിലോട്ട് നോഡ് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും DFS വിളിക്കുക, അത് കണ്ടിന്യൂ ചെയ്യുക. റൈറ്റിലോട്ട് ഉണ്ടെങ്കിൽ വീണ്ടും DFS വിളിക്കുക. അങ്ങനെ DFS വിളിച്ച് പോകണം. അപ്പൊ നമുക്ക് ആദ്യം ആ കോഡ് എഴുതാം. അതായത് കറണ്ടിന്റെ അകത്ത് ലെഫ്റ്റ് ഉണ്ടെങ്കിൽ അത് ട്രൂ ആണെങ്കിൽ DFS കറന്റ് ഡോട്ട് ലെഫ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അതേപോലെ തന്നെ റൈറ്റ് ഉണ്ടെങ്കിൽ DFS റൈറ്റ് എന്നും കൂടെ വിളിക്കുക. ഓക്കെ, കറന്റ് ഡോട്ട് റൈറ്റ് എന്ന് വിളിക്കുക. ഇതാണ് DFSന് വേണ്ടിയുള്ള ഒരു ഇനിഷ്യലി ഒരു സ്കെൽറ്റൽ കോഡാണ്. നമുക്കിതിപ്പോ വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കറന്റ് നോഡിന്റെ കോഡും കൂടെ എഴുതും. ഇപ്പൊ ലെഫ്റ്റ് റൈറ്റ് മാത്രമേ എഴുതിയുള്ളൂ. ഇനി ഈ DFSന്റെ കൂടെ നമുക്ക് ഡെപ്തും കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഇനിഷ്യലി ഒരു ഡെപ്തിന്റെ വാല്യൂ വെക്കാം. റൂട്ട് നോഡ് ആണെങ്കിൽ ഡെപ്ത് 1 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു പാരാമീറ്ററും കൂടെ പാസ് ചെയ്യാം, ഡെപ്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കറണ്ടിന്റെ കൂടെ ഡെപ്ത് പാസ് ചെയ്യാം. നമുക്കിവിടെ ഡെപ്ത് എന്നുള്ള വേരിയബിളിൽ ഇനിഷ്യലി 1 വരുന്നുണ്ട്. ലെഫ്റ്റിലോട്ട് ഉണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ ഡെപ്ത് കൂട്ടും.
അപ്പൊ ഡെപ്ത് +1 ആയിട്ട് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, അതും ഓക്കെ ആണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഡെപ്ത് ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് മാക്സിമം ഡെപ്ത് ആണ് വേണ്ടതല്ലേ. അപ്പൊ മാക്സിമം ഡെപ്ത് വരുന്നത് എപ്പോഴാണ്? ഏറ്റവും ചൈൽഡ് നോഡിൽ വരുമ്പോഴാണ്. അപ്പൊ ചൈൽഡ് നോഡ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇവിടെ ബേസ് കണ്ടീഷൻ എഴുതണം. നമ്മുടെ DFS റിക്കർസീവിൽ വിളിക്കുന്നതുകൊണ്ട് നമ്മുടെ ടെർമിനേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ചൈൽഡ് നോഡ് എത്തുമ്പോഴാണ്. അപ്പൊ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം, ഇഫ് കറണ്ട് ഈക്വൽ ടു നൾ. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ്ക്ലമേഷൻ കറണ്ട് എന്ന് എഴുതാം. അപ്പൊ കറണ്ട് നൾ ആവുമ്പോൾ ചൈൽഡ് നോഡ് എത്തും. അപ്പൊ നമുക്ക് 0 റിട്ടേൺ ചെയ്യാം. ഓക്കെ, 0 റിട്ടേൺ ചെയ്യുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ചൈൽഡ് നോഡ് ആയി എന്ന് കാണിക്കാനും വേണ്ടിയാണ്. നമ്മൾ ഓരോന്നും ഡെപ്ത് ആയിട്ട് ഇങ്ങനെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡെപ്ത് ഇൻക്രിമെന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്കിവിടെ ഒരു വേരിയബിൾ വെക്കാം, നമ്മുടെ റിസൾട്ട് വേരിയബിൾ ലെറ്റ് റിസൾട്ട്. അതായത് അതായിരിക്കും മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത്. ഇനിഷ്യലി 0 എന്ന് വെക്കാം. ഓക്കെ, അപ്പൊ ചൈൽഡ് നോഡ് എത്തുന്നത് വരെ ഓരോ ഡെപ്തിലും നമ്മള് മാക്സ് ഡെപ്ത് നമുക്ക് വേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് അതിന്റെ മാക്സിമം നമ്മൾ എടുക്കുന്നു. മാക്സ് ഓഫ് റിസൾട്ട് കോമ ഈ ഡെപ്ത്. ഓക്കെ, കറണ്ട് ഡെപ്ത് എന്താണോ അതിനെ നമ്മൾ വിളിക്കുന്നു. അപ്പോൾ ഇത് ഓരോ ലെവലിലും ഇത് റിക്കർസീവ്ലി കോൾ ചെയ്ത് മാക്സിമം ഡെപ്ത് റിസൾട്ട് വേരിയബിളിൽ വെക്കും. നമുക്ക് അതിനെ റിസൾട്ടിലോട്ട് വെക്കാം. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്താ വരുന്നതെന്ന്. ഓക്കെ, ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. സോ സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ചെയ്തതെന്ന് ഒന്നും കൂടെ ഇനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഐട്രേറ്റീവ്ലി ഡെപ്ത് ഫസ്റ്റ് സെർച്ച് മെത്തേഡ് വെച്ചാണ് ഇപ്പൊ ഡെപ്ത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനിഷ്യലി നമുക്ക് റൂട്ട് നോഡ് ഉണ്ട്. അപ്പൊ റൂട്ട് നോഡ് എത്തിയപ്പോഴത്തേക്ക് 3 റൂട്ട് നോഡ് ഉള്ളപ്പോഴത്തേക്കും നമ്മൾ ഇനിഷ്യലി ഇവിടെ കറണ്ട് 3 ഡെപ്ത് 1 വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചു. ഓക്കെ, ഇവിടെ നിന്ന് വിളിച്ചു. ഇവിടെ നോക്കിയപ്പോൾ കറണ്ട് നള്ളല്ല, അപ്പൊ ഇതിന്റെ അകത്ത് കയറില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റിസൾട്ടിന്റെ അകത്ത് നമ്മളുടെ ഡെപ്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്ത് പറ്റി? റിസൾട്ട് എന്ന് പറയുന്ന വാല്യൂ ഇനിഷ്യലി 0 ആയിരുന്നു. 0 ആയിരുന്നതിന് നമ്മൾ ഇവിടെ ഇപ്പൊ അപ്ഡേറ്റ് ചെയ്ത് 1 ആക്കി. ഓക്കെ, അപ്പൊ റിസൾട്ട് ഇപ്പൊ വാല്യൂ 1 ആയി. അത് കഴിഞ്ഞിട്ട് കറണ്ട് ഡോട്ട് ലെഫ്റ്റ് ഉണ്ടോ നോക്കി. 3 ലെഫ്റ്റ് ഉണ്ട് അല്ലെ. അപ്പൊ 9 പോയി. കറണ്ട് ഡോട്ട് ലെഫ്റ്റിലോട്ട് പോയി. വീണ്ടും അടുത്ത DFSലോട്ട് പോയി, അടുത്ത ഡെപ്തിലോട്ട് പോയി. അപ്പൊ എന്ത് പറ്റി? ഇവിടെ ഈ വാല്യൂസ് എന്ന് പറയുന്നത് ഡെപ്ത് 3 മാറി, ഇവിടെ 9 വന്നു. ഡെപ്ത് +1 ആയതുകൊണ്ട് ഡെപ്ത് 2 ആയി മാറി അല്ലെ. അത് കഴിഞ്ഞിട്ടും കറണ്ട് നള്ളല്ല. അപ്പൊ നമ്മൾ റിസൾട്ട് വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നു. റിസൾട്ട് മാക്സിമം വാല്യൂ എടുക്കുമ്പോഴത്തേക്ക് ഇത് 2 ആവുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിന്റെ ലെഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കി. അതിന്റെ ലെഫ്റ്റിനെ വിളിച്ച് കറണ്ട് ഡോട്ട് ലെഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കി. ലെഫ്റ്റ് ഇല്ല, അപ്പോ അത് നടന്നില്ല. ആ കറണ്ടിന് റൈറ്റ് ഉണ്ടോ എന്ന് നോക്കി. അതും നടന്നില്ല, ആ കോളും പോയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇത് കഴിയും. അത് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ പ്രീവിയസ് കോളിലോട്ട് എത്തും, 3 എത്തും. ഓക്കെ, 3 എത്തിയിട്ട് നമ്മൾ ലാസ്റ്റ് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, നമ്മള് റൈറ്റ് സൈഡിലോട്ട് പോകുന്നു. ഇതിന്റെ 20 പോകുന്നു. 20 പോയിട്ടും ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 1 എന്നിട്ട് വീണ്ടും ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഡെപ്ത് 15, 2 ഇവിടെ എത്തുമ്പോഴത്തേക്ക് 7. ഓക്കെ, അപ്പൊ അങ്ങനെ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഡെപ്ത് അപ്ഡേറ്റ് ചെയ്യുന്നു. ചൈൽഡ് നോഡ് എത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കറണ്ട് നള്ളാവുമ്പോൾ നമ്മൾ 0 ആയിട്ട് റിട്ടേൺ ചെയ്യുന്നു, ബേസ് കണ്ടീഷൻ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് റൈറ്റും ഇല്ലാത്തപ്പോൾ നമ്മൾ ഈ ഒരു ലൂപ്പ് ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ റിസൾട്ട് നമ്മൾ മാക്സിമം വാല്യൂ ഓരോ ഡെപ്തിലെ മാക്സിമം വാല്യൂ വെച്ച് നമ്മൾ റിസൾട്ടും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് റിസൾട്ട് നമ്മൾ റിട്ടേണും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഈ ഒരു മാക്സിമം ഡെപ്ത് ഓഫ് ബൈനറി ട്രീന്റെ ഒരു ഐട്രേറ്റീവ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതേ സംഭവം തന്നെ റിക്കേഴ്സിവ്ലി സോൾവ് ചെയ്യാൻ പറ്റും. റിക്കേഴ്സിവ്ലി സോൾവ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് 2 ലൈൻസ് ഓഫ് കോഡ് മതി. നമുക്ക് റിക്കേഴ്സിവ്ലി ജസ്റ്റ് എഴുതിയാൽ മാത്രം മതി. പക്ഷെ അത് എഴുതുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും മനസ്സിലാവണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ ഐട്രേറ്റീവ് കോഡ് പറഞ്ഞത്. അപ്പൊ ഇതേ രീതിയിൽ തന്നെയാണ് ബ്രാഞ്ച് ചെയ്ത് പോയി ഇത് മാക്സിമം ഡെപ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് റിക്കേഴ്സീവ് സൊല്യൂഷന് നമുക്ക് നേരെ റിട്ടേൺ ചെയ്യാം. അതായത് ഇത്രയും കോഡേ ഉള്ളൂ. 1 + mat.max of root.left and mat.max of max depth of root.left or root.right. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ 1 + മാക്സിമം ഡെപ്തിന്റെ കൂടെ ഇത് കൊടുക്കുന്നുണ്ട്. അതായത് എന്താണ് 1 എന്ന് പറയുന്ന റൂട്ട് നോഡിന്റെ ഡെപ്ത് ആണ്. അപ്പൊ റൂട്ട് നോഡ് പ്ലസ് ഇങ്ങോട്ട് റിക്കേഴ്സീവില് വിളിക്കുക. ആൻഡ് ഇത് എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യേണ്ട? ചൈൽഡ് നോഡ് എത്തുമ്പോഴത്തേക്ക് 0 റിട്ടേൺ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇഫ് നോട്ട് റൂട്ട് ആണെങ്കിൽ റിട്ടേൺ 0.
അത്രേ ഉള്ളൂ. നമ്മൾ ഇനി ഇതിനെ റൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ ടെസ്റ്റ് ചെയ്ത് നോക്കാം, റൺ ചെയ്ത് നോക്കാം. എല്ലാം ഓക്കെ. നോട്ട് എ വാലിഡ് വാല്യൂ, ടൈപ്പ് നൾ ഇസ് നോട്ട് എ വാലിഡ് വാല്യൂ, എക്സ്പെക്റ്റഡ് റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ. ഓക്കെ. മാറ്റ് ഡോട്ട് മാക്സസ്. ഓക്കെ, നമ്മളിവിടെ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തത്. ഓക്കെ, മാക്സിമം ഡെപ്ത് ഓഫ്. ഓക്കെ, ഇവിടെയും ഇതേപോലെയാണ് വിളിക്കേണ്ടത്. സിന്റാക്ടിക്കൽ ഇഷ്യൂ ആണ്. സിന്റാക്ടിക്കൽ ഇഷ്യൂ എന്നല്ല, നമ്മൾ ആ ഫംഗ്ഷനാണ് വിളിക്കേണ്ടത്, വെറുതെ റൂട്ട് ഡോട്ട് റൈറ്റ് അല്ല. റിക്കേഴ്സിവ്ലി ആ ഫംഗ്ഷൻ, നമ്മൾ പറഞ്ഞ പോലെ ഫംഗ്ഷനാണ് വിളിക്കേണ്ടത്. ഓക്കെ, സോ സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ സബ്മിറ്റ് ആയിട്ടുണ്ട്. അതായത് ഇത് അങ്ങനെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. റിക്കേഴ്സീവ് കോഡ് എന്ന് പറയുന്നത് കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഇത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഐട്രേറ്റീവ്ലി കണ്ട അതേപോലെ തന്നെയാണ്. നമുക്കിവിടെ ട്രീ ഉണ്ട്. ഓക്കെ, ട്രീ ഉണ്ട്, 3, 9, 20 അങ്ങനെ ട്രീ ഉണ്ട്. നമ്മൾ ഓരോ ഇടത്തും പോയിട്ട് ഇപ്പൊ ഈ ഒരു ലെവലില് നമ്മൾ ഇനിഷ്യലി 1+ ഈ റൂട്ട് ഡോട്ട് ലെഫ്റ്റ് ഇതിന്റെ മാക്സിമം. അപ്പൊ ഇവിടെ വീണ്ടും അടുത്തൊരു ഫംഗ്ഷൻ കോൾ പോവും. ഇവിടെ 20യിലും മാക്സ് ഡെപ്ത് ഓഫ് 20 എന്ന് പറഞ്ഞാണ് പോകുന്നത്. അപ്പൊ വീണ്ടും ഇവിടെ പോവും. 9ല് പോകുമ്പോൾ വീണ്ടും നമ്മൾ നോക്കുന്നു, അതിന്റെ റൂട്ട് ഡോട്ട് ലെഫ്റ്റ് എന്ന് പറയുന്നത് നള്ളാണ്. അപ്പൊ 0 റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഉള്ള മാക്സിമം ഡെപ്ത് എത്രയാണ്? 1+2 കിട്ടി. പിന്നെ റൈറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ റൂട്ട് ഡോട്ട് ലെഫ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഇവിടെ നമുക്ക് 1 എന്ന് കിട്ടി അല്ലെ. 1+1 2 കിട്ടും. ഇവിടത്തെ ഇതും കൂടെ നമ്മൾ നോക്കും. ഇവിടത്തെ നോക്കുമ്പോൾ 9, 20, 15 എന്ന് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടലി ഇവിടെ 2 വരും അല്ലേ. ഇത് നോക്കി വരുമ്പോൾ 20, 15 എന്നുണ്ട്. ഓക്കെ, അതായത് ലെഫ്റ്റ് നോഡിന്ന്, അതായത് ഈ ലെഫ്റ്റ് നോഡിന്റെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ 1 കിട്ടി. ഈ റൈറ്റ് ഈ നോഡ് മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 2 കിട്ടി. അപ്പൊ എന്ത് പറ്റി? 1+ മാക്സ് ഓഫ് 1,2 എന്ന് കിട്ടി. അതെന്ന് പറയുന്നത് എന്താണ്? 1+2 ആണ്. ടോട്ടലി 3 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടുന്നു. അതാണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയത്. അപ്പൊ ഇങ്ങനെ ഒരു ഫോർമുല വെച്ചിട്ട് റിക്കേഴ്സീവ്ലി ഇത് എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് 2 ലൈൻസ് ഓഫ് കോഡിൽ നമുക്ക് ഇത് ഫുള്ള് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ റിക്കേഴ്സീവ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ യാ, താങ്ക് യു.